ഓം ശാന്തി 7/1/2014. ബാബ പറയുകയാണ്, മധുരമായ കുട്ടികളെ, ബാബയ്ക്ക് സമാനം ആത്മീയ ടീച്ചറായി മാറൂ. എന്തെല്ലാം ബാബയിൽ നിന്ന് പഠിച്ചുവോ അത് മറ്റുള്ളവരെയും പഠിപ്പിക്കൂ. ബാബ പഠിപ്പിച്ച പഠിപ്പ് നിങ്ങൾ ധാരണ ചെയ്തുവെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്ത് ബാബയ്ക്ക് തെളിവ് കാണിച്ചു തരൂ. ചോദ്യം: ഏതൊരു കാര്യത്തിലാണ് ബാബയ്ക്ക് ഇളകാത്ത നിശ്ചയമുള്ളത്? കുട്ടികൾക്കും അതിൽ ഇളകാത്ത നിശ്ചയമുള്ളവരായി മാറണം. ഉത്തരം: ബാബയ്ക്ക് ഡ്രാമയിൽ ഇളകാത്ത നിശ്ചയമുണ്ട്. ബാബ പറയും, എന്താണോ കഴിഞ്ഞു പോയത് അത് ഡ്രാമയാണ്. കൽപ്പം മുമ്പും എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇപ്പോഴും ചെയ്യുക. ഡ്രാമ നിങ്ങളുടെ അവസ്ഥയെ താഴ്ത്തുകയും ഉയർത്തുകയുമില്ല. കുട്ടികളുടെ അവസ്ഥ ഇതുവരെ ഇങ്ങനെ ആയിട്ടില്ല. അതിനാലാണ് ചില സമയത്ത് കുട്ടികൾ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇത് ചെയ്യാമായിരുന്നു, അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. ബാബ പറയുന്നു, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കരുത്. ഇങ്ങനെയുള്ള തെറ്റ് ഇനി സംഭവിക്കാതിരിക്കാൻ മുന്നോട്ടു പോകുമ്പോൾ പുരുഷാർത്ഥം ചെയ്യൂ. ഓം ശാന്തി. ആത്മീയ അച്ഛനിരുന്ന ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ബാബ സ്വയം പറയുന്നു, ഞാൻ വരുന്നത് ആരും അറിയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ബാബ ഗുപ്തമാണ്. ആത്മാവ് ഗർഭത്തിൽ പ്രവേശിക്കുമ്പോഴും അത് പ്രവേശിക്കുന്നത് അറിയാൻ ആർക്കും കഴിയുന്നില്ല. സമയവും തീയതിയും കണ്ടെത്താൻ പറ്റില്ല. എപ്പോഴാണ് ഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്നത് അപ്പോൾ തീയതിയും സമയമൊക്കെ എഴുതാൻ കഴിയുന്നു. അതിനാൽ ബാബ പ്രവേശിക്കുന്ന തീയതിയും സമയവും മനസ്സിലാക്കാൻ കഴിയില്ല. എപ്പോഴാണ് ബാബ ആദ്യം വന്നത്, എപ്പോഴാണ് രഥത്തിലേക്ക് പ്രവേശിച്ചത്, ഇതൊന്നും ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ആരെയെങ്കിലും നോക്കിയാൽ ബാബയുടെ ദൃഷ്ടി അവരിൽ പതിക്കുമ്പോൾ അവർക്ക് ഈശ്വരീയ ലഹരി ഉണ്ടാകുമായിരുന്നു. എന്തോ പ്രവേശിച്ചിട്ടുണ്ട് അഥവാ എന്തോ ശക്തി വന്നിട്ടുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. എവിടെ നിന്നാണ് ശക്തി വന്നത്? ഞാൻ പ്രത്യേകിച്ച് ജപതപങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതിനെയാണ് പറയുന്നത് ഗുപ്തം. തീയതിയും ദിവസവും ഒന്നുമില്ല. സൂക്ഷ്മവദനത്തിന്റെ സ്ഥാപനയും എപ്പോഴാണ് ഉണ്ടാകുന്നത് ഇതും ആർക്കും പറയാൻ കഴിയില്ല. മുഖ്യമായ കാര്യം മന്മനാഭവയാണ്. അച്ഛൻ പറയുന്നു, ഡ്രാമയുടെ പദ്ധതി അനുസരിച്ച് എപ്പോഴാണോ എനിക്ക് വരേണ്ടത് അപ്പോൾ തീർച്ചയായും മാറ്റം ഉണ്ടാകും. സത്യുഗം മുതൽ എന്തെല്ലാം കഴിഞ്ഞു പോയോ അതെല്ലാം ആവർത്തിക്കും. സത്യത്രേതായുഗങ്ങൾ തീർച്ചയായും വീണ്ടും ആവർത്തിക്കും. ഓരോ സെക്കൻഡും കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു. വർഷങ്ങളും കഴിഞ്ഞു പോകുന്നു. സത്യുഗം കഴിഞ്ഞുപോയി എന്ന് പറയാറുണ്ട്. പക്ഷേ ആർക്കും കണ്ടിട്ടുള്ള ഓർമ്മയില്ല. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തന്നു, നിങ്ങൾ സത്യുഗം കടന്നു വന്നവരാണ്. നിങ്ങളാണ് ആദ്യമാദ്യം എന്നെ വേർപിരിഞ്ഞത്. അതിനാൽ ഇതിനെക്കുറിച്ച് വളരെ ഗൗരവത്തോടെ നിങ്ങൾ ചിന്തിക്കണം. എങ്ങനെയാണ് നമ്മൾ 84 ജന്മങ്ങൾ എടുത്തു വന്നത്? വീണ്ടും അതുപോലെ ആവർത്തിക്കും. അർത്ഥം സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും പാർട്ട് നാടകത്തിൽ അഭിനയിക്കേണ്ടി വരും. സത്യുഗത്തിൽ സുഖമാണുള്ളത്. എപ്പോഴാണോ വീട് പഴയതാകുന്നത് അപ്പോൾ മേൽക്കൂരകളൊക്കെ വീഴാൻ തുടങ്ങുമല്ലോ. എന്തെങ്കിലും കേടുപാടുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഉടനെ ചിന്ത വരും, ഈ വീടിന്റെ കേടുപാടുകൾ തീർക്കണം. തീർത്തും പഴയതാകുമ്പോൾ മനസ്സിലാക്കും, ഇത് താമസിക്കാൻ യോഗ്യമല്ലാത്തതായി മാറിയിരിക്കുന്നു. പുതിയ ലോകത്തിൽ ഇങ്ങനെയൊന്നും പറയില്ല. ഇപ്പോൾ നിങ്ങൾ പുതിയ ലോകത്തിലേക്ക് പോകുന്നതിന് യോഗ്യരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വസ്തുവും പുതിയ ലോകത്തിൽ പുതിയതായിരിക്കും. പിന്നീടെല്ലാം പഴയതായി മാറും. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഈ കാര്യങ്ങളിൽ ചിന്തയുണ്ട്. ബാക്കി ആർക്കും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഗീതയും രാമായണവും എല്ലാം കേൾപ്പിക്കുന്നു. അതിൽ തന്നെ എല്ലാവരും ബിസിയായിരിക്കുന്നു. മുമ്പ് ഞാനും നിങ്ങളും എല്ലാം ഇത്തരം കാര്യങ്ങളിൽ ബിസിയായിരുന്നു. ഇപ്പോൾ ശിവബാബ നമ്മളെ എത്ര വിവേകശാലിയാക്കി മാറ്റിയിരിക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, ഇപ്പോൾ ഈ പഴയ ലോകം വിനാശമാകാൻ പോകുകയാണ്. ഇപ്പോൾ പുതിയ ലോകത്തിലേക്ക് പോകണം. എല്ലാവരും പോകുകയുമില്ല. പ്രളയം ഉണ്ടാകും. എല്ലാവരും മുക്തിധാമത്തിൽ ചെന്നിരിക്കും. ഇത് നിയമമല്ലല്ലോ.
നിങ്ങൾക്കറിയാം, ഇത് പഴയ ലോകത്തിനും പുതിയ ലോകത്തിനും ഇടയിലുള്ള മംഗളകാരിയായ സംഗമയുഗ സമയമാണ്. ഇപ്പോൾ മാറ്റം തീർച്ചയായും ഉണ്ടാകും. പിന്നീട് ആത്മാക്കൾ ശാന്തിധാമത്തിലേക്ക് പോകും. അവിടെ സുഖത്തിന്റെ കാര്യമില്ല. യജ്ഞത്തിൽ വിഘ്നങ്ങൾ വരുന്നതിനെക്കുറിച്ച് പാടിയിട്ടുണ്ട്. അതുപോലെ വിഘ്നങ്ങൾ ബാബയുടെ യജ്ഞത്തിലും വന്നുകൊണ്ടിരിക്കും. കൽപ്പത്തിന് ശേഷവും വരും. ഇപ്പോൾ നിങ്ങൾ പക്കയായിരിക്കുന്നു. ഈ സ്ഥാപനയും വിനാശവും ചെറിയ കാര്യമല്ല. വിഘ്നം ഏത് കാര്യത്തിലാണ് ഉണ്ടാകുന്നത്? അച്ഛൻ പറയുന്നു, മക്കളെ, കാമം മഹാശത്രുവാണ്. ഇതിന്റെ പേരിലാണ് എല്ലാ ഉപദ്രവങ്ങളും ഉണ്ടാകുന്നത്. ദ്രൗപദിയുടെയും കാര്യം പറയാറുണ്ടല്ലോ. മുഴുവൻ ബഹളങ്ങളും ബ്രഹ്മചര്യത്തിന്റെ കാര്യത്തെ പ്രതിയാണ് ഉണ്ടാകുന്നത്. സദോ പ്രധാനത്തിൽ നിന്നും തീർച്ചയായും നാടകത്തിന്റെ നിയമം അനുസരിച്ച് തമോ പ്രധാനമാകുക തന്നെ ചെയ്യും. പടികളിറങ്ങണം. ലോകം പഴയതാകുക തന്നെ വേണം. ഈ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ മാത്രമാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് നിങ്ങൾ ഇതിനെക്കുറിച്ച് മനനം ചെയ്യുന്നു. എന്നിട്ടിത് പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. നിങ്ങൾ ഓരോരുത്തരും ടീച്ചറായി മാറണം. തീർച്ചയായും നിങ്ങളുടെ ബുദ്ധിയിൽ അറിവുണ്ടല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പഠിപ്പ് പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ടീച്ചർമാരായി മാറാൻ കഴിയുന്നത്. ആരാണോ ടീച്ചറിൽ നിന്ന് പഠിച്ച് മിടുക്കന്മാരാകുന്നത്, ആ മിടുക്കരാകുന്ന കുട്ടികളെ ഗവൺമെന്റ് പാസ്സാക്കും. നിങ്ങളും ഇപ്പോൾ ടീച്ചർമാരാണ്. അച്ഛൻ നിങ്ങളെ ടീച്ചർമാരാക്കി മാറ്റിയിരിക്കുന്നു. ഒരു ടീച്ചറെ കൊണ്ടല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളെല്ലാവരും ആത്മീയ ടീച്ചേഴ്സാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ബുദ്ധിയിൽ ഈ ജ്ഞാനം ഉണ്ടായിരിക്കണം. ഇത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. മനുഷ്യനിൽ നിന്ന് ദേവതയായി മാറാനുള്ള ഈ ജ്ഞാനം വളരെ കൃത്യതയുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ എത്രത്തോളം അച്ഛനെ ഓർമ്മിക്കുന്നോ അത്രയും പ്രകാശം നിങ്ങളിലുണ്ടാകും. മനുഷ്യർക്ക് സാക്ഷാത്കാരം ലഭിക്കാൻ തുടങ്ങും. എന്തുകൊണ്ടെന്നാൽ ആത്മാവ് പാവനമാകുന്നത് ഓർമ്മയിലൂടെയാണ്. പിന്നീട് സാക്ഷാത്കാരങ്ങളുണ്ടാവും. സഹായിയായി ബാബയും നിങ്ങളോടൊപ്പമുണ്ട്. ബാബ എപ്പോഴും കുട്ടികളുടെ സഹായിയാണ്. പഠിപ്പിൽ മക്കൾ നമ്പർ വൈസ് ആണ്. ഓരോരുത്തർക്കും തന്റെ ബുദ്ധിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും, എന്റെ ഉള്ളിൽ ഈ ജ്ഞാനം എത്ര ധാരണയായിട്ടുണ്ട്. അഥവാ ധാരണയായിട്ടുണ്ടെങ്കിൽ മറ്റാർക്കെങ്കിലും മനസ്സിലാക്കി കൊടുത്ത് ബാബയ്ക്ക് തെളിവ് കാണിച്ചു തരൂ. ഈ ജ്ഞാനം ധനമാണ്. അഥവാ ധനം നൽകുന്നില്ലെങ്കിൽ പിന്നെ അവരുടെ കയ്യിൽ ധനം ഉണ്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. ധനം ദാനം ചെയ്യുന്നതിലൂടെ മഹാദാനി എന്ന് പറയും. മഹാവീരൻ, മഹാരഥി കാര്യം ഒന്നു തന്നെയാണ്. എല്ലാവർക്കും ഒരുപോലെയാകാൻ സാധിക്കില്ല. നിങ്ങളുടെ അടുത്തേക്ക് എത്ര പേരാണ് വരുന്നത്? എന്താ, ഓരോരുത്തരും ഇരുന്ന് തലയിട്ടുടയ്ക്കണോ? ലോകർ പത്രങ്ങളിലൂടെ അനേകം കാര്യങ്ങൾ കേട്ട് അത്ഭുതപ്പെടുന്നു. പിന്നീട് എപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്തുന്നുവോ അപ്പോൾ പറയും, ഞങ്ങൾ ഇത്ര നാളും മറ്റുള്ളവർ പറയുന്നത് കേട്ട് എന്തെല്ലാം ചിന്തിച്ചു, എന്തൊക്കെ ചെയ്തു. ഇവിടെയാണെങ്കിലോ ഇപ്പോൾ വന്നപ്പോഴല്ലേ മനസ്സിലായത് ഇത്ര നല്ല കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തികളെയും ശരിയാക്കി മാറ്റുന്നതിന് ഇവിടെ എത്ര പരിശ്രമമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും എത്ര പരിശ്രമിക്കേണ്ടി വരുന്നു. എന്നിട്ടും ചില കുട്ടികൾ മഹാരഥികളും, ചിലർ കുതിരക്കാരും, കുതിരസവാരിക്കാരും, ചിലർ കാൽനടക്കാരുമാണ്. ഇത് ഡ്രാമയിലുള്ള പാർട്ടാണ്. അവസാനം വിജയം നിങ്ങളുടേത് തന്നെ എന്നും കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. എന്താണോ കൽപ്പം മുമ്പായത് അതേ ആകുകയുള്ളൂ. പക്ഷെ കുട്ടികൾക്ക് പുരുഷാർത്ഥം ചെയ്യുക തന്നെ വേണം. ബാബ വഴി പറഞ്ഞു തരികയാണ്. മനസ്സിലാക്കുന്നതിന് പരിശ്രമം ചെയ്യൂ. ആദ്യം ശിവക്ഷേത്രങ്ങളിൽ ചെന്ന് സേവനം ചെയ്യൂ. നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കും, ഇതാരാണ്? ശിവലിംഗത്തിൽ എന്തിനാണ് അഭിഷേകം ചെയ്യുന്നത്? നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം. പറയാറുണ്ടല്ലോ, തീയെടുക്കാൻ പോയി, പക്ഷേ അധികാരിയായി അവിടെ ഇരുന്നു. ഈ ഉദാഹരണം നിങ്ങളുടേതാണ്. അതായത് മറ്റുള്ളവരെ ഉണർത്താൻ നിങ്ങൾക്കറിയാം. അതിനാൽ എവിടെ പോയാലും നിങ്ങൾക്ക് ഉയരാൻ കഴിയും. നിങ്ങളെ ക്ഷണം നൽകി എല്ലാവരും വിളിക്കും. ക്ഷണം ലഭിക്കുമ്പോൾ നിങ്ങൾ വളരെ സന്തോഷിക്കണം. കാശി മുതലായ സ്ഥലങ്ങളിൽ വലിയ വലിയ പേരുകൾ നൽകാറുണ്ട്. ഭക്തിയിൽ എത്ര ക്ഷേത്രങ്ങളാണ്. ഇന്ന് അതും ഒരു കച്ചവടമാണ്. ഏതെങ്കിലും നല്ല സ്ത്രീയെ കണ്ടുമുട്ടിയാൽ അവരെക്കൊണ്ട് ഗീത വായിപ്പിക്കും. പിന്നീട് അതിൽ നിന്ന് എന്ത് സമ്പാദ്യം ഉണ്ടാകുന്നു അതെടുക്കുന്നു. പക്ഷേ ഇവിടെ അതൊന്നുമില്ല.
മന്ത്രതന്ത്രങ്ങളും വളരെയധികം പഠിക്കുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പോകണം. നിങ്ങൾ കുട്ടികൾ ആരോടും ശാസ്ത്രങ്ങളുടെ അർത്ഥമൊന്നും പറഞ്ഞു കൊടുക്കാൻ നിൽക്കേണ്ട. പകരം അച്ഛന്റെ പരിചയം നൽകുകയാണ് വേണ്ടത്. മുക്തി, ജീവൻ മുക്തി ദാതാവ് ഒരേയൊരു ബാബയാണ്. ബാബയുടെ മഹിമ പാടണം. ഭഗവാൻ പറയുന്നു, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി എന്നെ മാത്രം ഓർമ്മിക്കൂ. ഗംഗയിൽ ചെന്ന് സ്നാനം ചെയ്യൂ എന്നതല്ലല്ലോ മന്മനാഭവയുടെ അർത്ഥം. മാമേകം എന്നതിന്റെ അർത്ഥം എന്നെ മാത്രം ഓർമ്മിക്കൂ എന്നതാണ്. ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ പാപങ്ങളിൽ നിന്നും, സർവ്വ പാപങ്ങളിൽ നിന്നും മുക്തമാക്കും. എപ്പോൾ മുതൽ രാവണൻ വന്നോ അപ്പോൾ മുതലാണ് നിങ്ങൾ പാപം ചെയ്യാൻ ആരംഭിച്ചത്. അതിനാൽ ഉയർന്ന പദവി പ്രാപ്തമാക്കാൻ വളരെയധികം പുരുഷാർത്ഥം ചെയ്യണം. സ്ഥാനത്തിനു വേണ്ടി മനുഷ്യൻ രാവും പകലും എത്ര തലയിട്ടുടയ്ക്കുന്നു. ഇതും പഠിപ്പാണ്. ഇവിടെ പുസ്തകം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. 84 ജന്മങ്ങളുടെ ചക്രം ബുദ്ധിയിൽ വന്നു കഴിഞ്ഞു. വലിയ കാര്യമൊന്നുമില്ല. ഓരോ ജന്മങ്ങളുടെയും വിവരങ്ങൾ വിശദീകരിക്കുന്നില്ലല്ലോ. 84 ജന്മങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ നമുക്ക് ആത്മാക്കൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. പതിതമായ ആത്മാവിന് തീർച്ചയായും പാവനമായി മാറണം. എല്ലാവരോടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കൂ, എന്നെ മാത്രം ഓർമ്മിക്കൂ. കുട്ടികൾ പറയും, ബാബ യോഗം ചെയ്യാൻ കഴിയുന്നില്ല. അല്ല, നിങ്ങളുടെ സന്മുഖത്താണ് ഞാൻ ഇരിക്കുന്നത്, എന്നിട്ടാണ് പറയണത് നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ. പിന്നീട് നിങ്ങൾ യോഗ എന്ന വാക്ക് എന്തിനു ഉപയോഗിക്കണം? യോഗ എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ മറന്നു പോകുന്നത്. ബാബയെ ഓർമ്മിക്കാൻ ആർക്കാണ് സാധിക്കാത്തത്? ലൗകിക മാതാപിതാവിനെ എങ്ങനെയാണോ ഓർമ്മിക്കുന്നത്, അതേപോലെ ഇവിടെയും ശിവബാബ നിങ്ങളുടെ മാതാപിതാവല്ലേ? ബ്രഹ്മബാബയും പഠിക്കുകയാണ്, സരസ്വതി മമ്മയും പഠിക്കുകയാണ്. പഠിപ്പിക്കുന്നത് ഒരേയൊരു ശിവബാബയാണ്. നിങ്ങൾ പഠിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അച്ഛൻ പറയുന്നു, കുട്ടികളെ, ശാസ്ത്രങ്ങൾ പഠിക്കുന്നതിലൂടെയോ ജപതപങ്ങൾ ചെയ്യുന്നതിലൂടെയോ നിങ്ങൾക്കെന്നെ പ്രാപ്തമാക്കാൻ സാധിക്കില്ല. പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ലഭിച്ചു? ഭക്തി ചെയ്തിട്ട് നിങ്ങൾ പടികൾ ഇറങ്ങി വന്നില്ലേ? നിങ്ങൾക്ക് ശത്രുക്കൾ ആരുമില്ല. പാപവും പുണ്യവും എങ്ങനെയാണ് ശേഖരിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കി കൊടുക്കണം. രാവണ രാജ്യത്തിലാണ് നിങ്ങൾ പാപം ചെയ്യാൻ ആരംഭിച്ചത്. പുതിയ ലോകം, പഴയ ലോകം, ഇവ എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത കുട്ടികളുണ്ട്. ഇപ്പോൾ അച്ഛൻ പറയുന്നു, പരിധിയില്ലാത്ത അച്ഛനെ ഓർമ്മിക്കൂ. ബാബ തന്നെയാണ് പതിത പാവനൻ. ബാക്കി നിങ്ങൾക്ക് എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. ഭക്തി മാർഗത്തിൽ പറയാറുണ്ട്, എല്ലാ ദിവസവും കാല് വീടിന് വെളിയിലായിരിക്കും. അതായത് ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കുന്നു. പതി പത്നിയോട് ചോദിക്കാറുണ്ട്, ശ്രീകൃഷ്ണന്റെ ചിത്രം വീട്ടിലും ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ പുറത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പിന്നെ എന്തിനു പോകുന്നു? വീട്ടിലുള്ള ശ്രീകൃഷ്ണന്റെ ചിത്രവും ക്ഷേത്രത്തിലുള്ള ചിത്രവും തമ്മിൽ എന്താണ് വ്യത്യാസം? പതി പരമേശ്വരനാണ് എന്നും അംഗീകരിക്കുന്നില്ല. ഭക്തിമാർഗത്തിൽ വളരെ ദൂരെ ഉയരമുള്ള സ്ഥലങ്ങളിലാണ് ക്ഷേത്രങ്ങൾ പണിതിരിക്കുന്നത്. മനുഷ്യർക്ക് ഭാവനയുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തയ്യാറാക്കുന്നത്. അതായത് ദൂരെയാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എല്ലാം സഹിച്ച്, അതായത് ഈശ്വരനോട് ഭാവനയോടെ സ്നേഹത്തോടുകൂടി ബുദ്ധിമുട്ടിയിട്ടും ഭഗവാന്റെ ദർശനത്തിന് ക്ഷേത്രങ്ങളിൽ എത്തിച്ചേരാൻ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകുന്നു. ഇന്നതെല്ലാം ഒരു ആചാരമായി മാറിയിരിക്കുന്നു. ക്ഷേത്ര ദർശനത്തിൽ തന്നെ ഏതെല്ലാം തരത്തിൽ കുട്ടികൾ, ഭക്താത്മാക്കൾ ചതിക്കപ്പെടുന്നു. ശിവകാശിയിൽ തീർത്ഥാടനത്തിന് പോകുന്നു. നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ അച്ഛന്റെ ശ്രീമതം കിട്ടിയിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ പതികളുടെയും പതി പരമേശ്വരന് ലഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ പതിയും മാമനും മാമിയും എല്ലാവരും ആരെയാണോ ഓർമ്മിക്കുന്നത്, അതാണ് പതികളുടെയും പതി പരമേശ്വരൻ അഥവാ പിതാ പരമേശ്വരൻ. ആ പരമേശ്വരൻ നിങ്ങളോട് പറയുകയാണ്, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. നിങ്ങളുടെ ജ്യോതി ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ മനുഷ്യർക്ക് നിങ്ങളിൽ നിന്ന് പ്രകാശം വരുന്നത് കാണാൻ കഴിയും.
അതിനാൽ കുട്ടികളുടെ പേരും പ്രശസ്തമാകണം. അച്ഛൻ കുട്ടികളുടെ പേര് പ്രശസ്തമാക്കുമല്ലോ. സുദേശ് എന്ന കുട്ടി മനസ്സിലാക്കി കൊടുക്കുന്നതിൽ വളരെ മിടുക്കിയാണ്. പുരുഷാർത്ഥം വളരെ നന്നായി ചെയ്തതിനാൽ പഴയവരെക്കാൾ മുന്നോട്ടു പോയി. ഇതിലും കൂടുതൽ പുരുഷാർത്ഥം ചെയ്ത് മുന്നോട്ടു പോകും. പുരുഷാർത്ഥമാണ് എല്ലാത്തിന്റെയും ആധാരം. ഹൃദയ നൈരാശ്യം സംഭവിക്കരുത്. പിന്നാലെ വന്നാൽ പോലും സെക്കൻഡിൽ ജീവൻമുക്തി നേടാൻ സാധിക്കും. ദിനം പ്രതിദിനം അനേകം പേർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഡ്രാമയിൽ നിങ്ങളുടെ വിജയത്തിന്റെ പാർട്ടാണുള്ളത്. വിഘ്നങ്ങളും വരണം. ബാക്കി ഒരു സത്സംഗത്തിലും ഇങ്ങനെയുള്ള വിഘ്നങ്ങൾ ഉണ്ടാകുകയില്ല. ഇവിടെ വികാരങ്ങളുടെ പേരിലാണ് മുഴുവൻ ബഹളവും ആൾക്കാരുണ്ടാക്കുന്നത്. അമൃതുപേക്ഷിച്ച് വിഷം എന്തിനാണ് പാനം ചെയ്യുന്നത് എന്ന് ഗീതവുമുണ്ട്. ജ്ഞാനത്തിലൂടെ ഒരു ദേവീദേവതാ ധർമ്മത്തിന്റെ സ്ഥാപനയുണ്ടാകുന്നു. സത്യുഗത്തിൽ രാവണ രാജ്യം ഉണ്ടായിട്ടില്ല. മനസ്സിലാക്കി തരുന്നത് എത്ര വ്യക്തമായാണ്. രാമരാജ്യത്തിന് സമീപം തന്നെ രാവണരാജ്യവും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ സമയവും കാണിക്കുന്നു. ഇതാണ് സംഗമം. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥാപന, പാലന, വിനാശം ചെയ്യിപ്പിക്കുന്നത് ഒരേയൊരച്ഛൻ തന്നെയാണ്. വളരെ സഹജമാണിത്. പക്ഷെ പൂർണ്ണമായി ധാരണ ചെയ്യുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടാകും. എന്നാൽ ജ്ഞാനത്തിന്റെയും യോഗത്തിന്റെയും കാര്യം മാത്രം മറന്നുപോകുന്നു. നിങ്ങൾ ഉയർന്നതിലുയർന്ന ഭഗവാന്റെ സന്താനങ്ങളാണ്. ദിനം പ്രതിദിനം നിങ്ങൾ ധനികരായി മാറും. ധനം ലഭിക്കുന്നുണ്ടല്ലോ അല്ലേ? ചെലവുകളും വന്നുകൊണ്ടിരിക്കും. ബാബ പറയുന്നു, ഭണ്ഡാരം നിറഞ്ഞുകൊണ്ടിരിക്കും. കൽപ്പം മുമ്പ് പോലെയാണ് നിങ്ങൾ ചെലവ് ചെയ്യുക. അതിൽ കൂടുതലോ കുറവോ ആകാൻ ഡ്രാമ അനുവദിക്കില്ല. ഡ്രാമയിൽ ബാബയ്ക്ക് ഇളകാത്ത നിശ്ചയമാണ്. എന്ത് കഴിഞ്ഞുപോയോ അത് ഡ്രാമ. ഇങ്ങനെ സംഭവിച്ചിരുന്നു, ഇത് ചെയ്തിരുന്നില്ല എന്നൊന്നും പറയരുത്. ഇപ്പോൾ ആ അവസ്ഥ കുട്ടികൾക്ക് വന്നിട്ടില്ല. എന്തെങ്കിലുമൊക്കെ വായിൽ നിന്ന് വീഴുന്നു. പിന്നീട് പറഞ്ഞതിനെക്കുറിച്ച് ഓർമ്മിച്ച് ഫീൽ ചെയ്യുന്നു. ബാബ പറയുന്നു, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. ഇനി ഇങ്ങനെ തെറ്റ് സംഭവിക്കാതിരിക്കാനും മുന്നോട്ടു പോകുന്നതിനുമുള്ള പുരുഷാർത്ഥം ചെയ്യൂ. അതിനാലാണ് ബാബ ചാർട്ട് എഴുതാൻ പറയുന്നത്. ചാർട്ട് എഴുതുന്നതിൽ നിങ്ങൾക്ക് വളരെ വലിയ മംഗളം അടങ്ങിയിട്ടുണ്ട്. ഒരു കുട്ടി മുഴുവൻ ജീവിതകഥ ഒരിക്കൽ എഴുതുന്നത് ബാബ കണ്ടു. കുട്ടി പഠിക്കും എന്ന് ബാബ കരുതി. ഇവിടെ ശ്രീമതത്തിലൂടെ നടക്കുന്നതിലാണ് മംഗളം. ഇവിടെ അസത്യം നടക്കില്ല. നാരദന്റെ ഉദാഹരണമുണ്ടല്ലോ. ചാർട്ടിലൂടെ വളരെയധികം ലാഭമുണ്ട്. അച്ഛൻ ആജ്ഞ നൽകുകയാണെങ്കിൽ കുട്ടികൾ ആ ആജ്ഞയനുസരിച്ച് നടക്കുക തന്നെ വേണം. ശരി. വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ കുട്ടികളുടെ ആത്മീയ പിതാവിനും നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ജ്ഞാനത്തെ ധാരണ ചെയ്ത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ജ്ഞാനധനം ദാനം ചെയ്ത് മഹാദാനിയായി മാറണം. ആരോടും ശാസ്ത്രങ്ങളുടെ അർത്ഥത്തെ വിശദീകരിക്കാതെ അച്ഛന്റെ സത്യമായ പരിചയം നൽകണം. നിങ്ങൾക്ക് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ടതില്ല. ഒരു തെറ്റും ഇനി സംഭവിക്കാത്ത രീതിയിൽ പുരുഷാർത്ഥം ചെയ്യുകയാണ് വേണ്ടത്. തന്റെ സത്യമായ ചാർട്ട് വയ്ക്കണം. വരദാനം: മധുരതയിലൂടെ അച്ഛന്റെ സമീപതയുടെ അനുഭവം ചെയ്യിപ്പിക്കുന്നവരായ മഹാനായ ആത്മാവായി ഭവിക്കട്ടെ. ഏതു കുട്ടികൾക്കാണോ സങ്കല്പത്തിലും മധുരത, വാക്കുകളിലും മധുരത, പിന്നെ കർമ്മങ്ങളിലും മധുരതയുള്ളത്, അവർ തന്നെയാണ് ബാബയ്ക്ക് സമീപം. അതിനാൽ ബാബയും അവരെ ദിവസവും വിളിക്കും മധുരമധുരമായ കുട്ടികളെ എന്ന്. പിന്നീട് കുട്ടികളും പ്രതികരിക്കും, മധുരമധുരമായ ബാബ. അതിനാൽ ഈ ദിവസേനയുള്ള മധുരമായ വാക്കുകൾ നമ്മളെ മധുരതാ സമ്പന്നരാക്കി മാറ്റുന്നു. ഇങ്ങനെ മധുരതയെ പ്രത്യക്ഷമാക്കുന്ന ശ്രേഷ്ഠ ആത്മാക്കൾ തന്നെയാണ് മഹാൻ. മധുരത തന്നെയാണ് മഹാനത. മധുരതയില്ലെങ്കിൽ മഹാനതയുടെ അനുഭവം ഉണ്ടാകുകയില്ല. സ്ലോഗൻ: ഏതൊരു കാര്യവും ഡബിൾ ലൈറ്റ് ആയിരുന്നുകൊണ്ട് ചെയ്യൂ, എങ്കിൽ ആനന്ദത്തിന്റെ അനുഭവം ചെയ്യാൻ സാധിക്കും.
ഓം ശാന്തി.